അശ്വമേധം എന്നൊരു പ്രോഗ്രാം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇങ്ങനെ ഒരു 25ാം വാർഷികത്തിന് വെറുതെ ഒരു ഗസ്റ്റായിട്ട് വരുന്നതിൻ്റെ അപ്പുറം ഈ പറയുന്ന പോലെ നിങ്ങൾ കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ടാവും പഴയ ഒരു സ്കൂൾ കാലഘട്ടത്തിൽ ഈ പറയുന്ന എണ്ണയൊക്കെ വെച്ച് ചീകിയ ഒരു കോന്ത്രമ്പല്ലൊക്കെയുള്ള ഒരാളായിട്ട് ഒരു ചെറുപ്പത്തിൽ ഞാൻ അതിൽ പങ്കെടുത്തിട്ടുള്ളതാണ്. അപ്പം അന്ന് മുതലേ ഭയങ്കര ഫാസിനേറ്റഡ് ആയിട്ട് നോക്കിയിട്ടുള്ള കണ്ടിട്ടുള്ളൊരു പ്രോഗ്രാമാണ് അശ്വമേധം എന്ന് പറയുന്നത്. നമ്മൾ ടി വിയിലൊക്കെ കാണുമ്പോഴൊക്കെ എപ്പോഴും ഭയങ്കര അത്ഭുതത്തോടെ നോക്കുമായിരുന്നു. ഇതെങ്ങനെയാണ് ഇതിങ്ങനെ കണ്ടുപിടിക്കുന്നത്, ഇത് എന്താണ് ഇതിൻ്റെ മാജിക്. നമ്മൾ ക്വിസ് കോമ്പറ്റീഷനൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇങ്ങനൊരു റിവേഴ്സ് ക്വിസ് കോമ്പറ്റീഷൻ ഇങ്ങോട്ട് ചോദ്യം ചോദിച്ചിട്ട് ആളാരാണെന്ന് കണ്ടുപിടിക്കുന്നത് ഒരു ഭയങ്കര ആരെ ആലോചിച്ചാലും കണ്ടുപിടിക്കുന്നത് എങ്ങനെ സാധിക്കുന്നു എന്ന് ആലോചിച്ച് എപ്പോഴും ഫാസിനേറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ്, ഇതിൽ എങ്ങനെ പങ്കെടുക്കാം എന്നൊക്കെ വിചാരിച്ചൊക്കെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം സുൽത്താൻ ബത്തേരിയിലേക്ക് അശ്വമേധം വരുന്നു എന്ന് പറഞ്ഞ് വാർത്ത വന്നത്. അങ്ങനെയാണ് ഞാൻ അവിടെ സുൽത്താൻ ബത്തേരിയിലെ ഞങ്ങളുടെ അവിടുത്തെ കമ്മ്യൂണിറ്റി ഹാളിൽ ഒരു ദിവസം ഇതുപോലുള്ളൊരു ക്രൗഡിൻ്റെ മുമ്പിൽ ഓപ്പണായിട്ട് GS പ്രദീപ് സാർ അങ്ങനെ ഒരു പ്രോഗ്രാം അവിടെ സംഘടിപ്പിക്കുന്നത്. അപ്പം അങ്ങനെ വെറുതെ ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞു പോയി ചെന്നതാണ്. അങ്ങനെ പറയുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് ചോദ്യം ചോദിച്ച് ഉത്തരം പറയുന്ന കുറച്ച് പേരെ കൈ പൊക്കി കഴിഞ്ഞിട്ട് സാർ ഇങ്ങനെ നോക്കിയിട്ട് കൈ പൊക്കിയ ആൾക്കാരെ ഇങ്ങനെ നോക്കിയിട്ട് നീ ഉത്തരം പറ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഉത്തരം പറഞ്ഞാൽ സെലക്ഷൻ കിട്ടും. അങ്ങനെ ആണ് ഞാൻ അതിൻ്റെ അകത്ത് പങ്കെടുക്കുന്നത്. എന്നെ വളരെ നിഷ്പ്രയാസം സാറ് തോൽപ്പിച്ചു. പക്ഷേ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചു എന്നുള്ളത് അന്നത്തെ എൻ്റെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത, ഇപ്പോഴും അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നൊരു കാര്യം തന്നെയാണ്. അന്ന് ഈ ചാടുന്ന കുതിരൻ്റെ ഒരു മെമൻറ്റോ കിട്ടിയത് ഭയങ്കര പ്രൗഡ് അച്ചീവ്മെൻ്റ് ആയിരുന്നു. ഇന്നും അത് വീട്ടിൽ വളരെ ഏറ്റവും സേഫായിട്ടുള്ള ഒരു സ്ഥലത്ത് ഭയങ്കര അഭിമാനത്തോടെ തന്നെ ആ മെമൻറ്റോ വെച്ചിട്ടുണ്ട്. ആ ചാടുന്ന കുതിരയുടെ മെമൻറ്റോ. അത് നമ്മൾ ടി വിയിലൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഈ മെമൻറ്റോ കൊടുക്കുന്നു, ആ മ്യൂസിക് വരുന്നു, ഇങ്ങനെ കൊടുക്കുന്നു എന്നൊക്കെ കാണുമ്പോഴൊക്കെ ഭയങ്കര ഫാസിനേറ്റഡ് ആയിരുന്നു. അപ്പോൾ അത് ആ സമയത്ത് ഒരു കുട്ടിയായിട്ടിരിക്കുന്ന ആ സമയത്ത് നമുക്ക് ഭയങ്കര കോൺഫിഡൻസും നമ്മളെ തന്നെ വേറൊരു രീതിയിൽ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഇവൻ്റ് തന്നെയായിരുന്നു അന്ന് സംഭവിച്ചത്. അപ്പോൾ അദ്ദേഹം ഇന്ന് 25 വർഷങ്ങൾക്കപ്പുറം അശ്വമേധം എന്ന് പറയുന്ന പ്രോഗ്രാം പല രീതിയിൽ സംഘടിപ്പിക്കാൻ ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ടാവും. അന്നും അശ്വമേധം വേറൊരാൾക്കും റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഇന്നും പറ്റിയിട്ടില്ല, ഇനി പറ്റുമോയെന്നും എനിക്കറിയില്ല. കാരണം GS പ്രദീപ് എന്ന് പറയുന്ന ആൾ അന്ന് എന്നും ഒരാളേ ഉള്ളൂ ലോകത്ത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു വേറൊരാൾക്ക് ഇത് അനുകരിക്കാൻ പറ്റും. ലോകത്ത് ഇതുപോലെ അനുകരിക്കാൻ പറ്റാത്ത ഒരു ഗെയിമോ ഒരു ഇവൻറ്റോ ഒരു ഐഡിയോ ഉണ്ടെന്ന് അറിയില്ല സോഫാർ. അപ്പോൾ അതിന് ആ ഒരു തല തന്നെ വേണം. അതുകൊണ്ട് തന്നെയാണ് തെലുങ്കിലും ശ്രീലങ്കയിലും ഒക്കെ പോയി ഇവൻറ്റ് 8 വർഷം ശ്രീലങ്കയിൽ ഇത് അവതരിപ്പിക്കുന്നു. ആന്ധ്രാപ്രദേശിൽ 2-3 വർഷം അവിടെ അവതരിപ്പിക്കുന്നു. അതും തെലുങ്ക് ഭാഷ പഠിച്ചിട്ട് ശ്രീലങ്കയിൽ പോയി സിംഹള ഭാഷ പഠിക്കുന്നു, തമിഴ് പഠിക്കുന്നു, എല്ലാ ഭാഷയും പഠിക്കുകയും ചെയ്യുന്നു, എല്ലായിടത്തും പോയി ചെയ്യുന്നു. ഇതൊക്കെ എങ്ങനെ സാധിക്കുമെന്ന് എനിക്കിപ്പോഴൊരു പിടിയില്ല. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ ഒരു ജേണിയിൽ അതേപോലത്തെ ഒരു ജീനിയസിൻ്റെ ഈ ഒരു ജേണിയിൽ എവിടെയോ അദ്ദേഹത്തിൻ്റെ ജേണിയിലെ ഒരു ഭാഗമായി അന്ന് തുടങ്ങി ഇന്ന് ഇവിടെ ഈ 25ാം വാർഷികത്തിൽ ഇവിടെ വന്ന് നിൽക്കാൻ സാധിക്കുമ്പോൾ ഒരു ഫുൾ സർക്കിൾ കംപ്ലീറ്റ് ചെയ്ത പോലെ തന്നെയാണ് എനിക്കും ഫീൽ ചെയ്യുന്നത്. എനിക്കും ഇത് ഭയങ്കര അഭിമാനിക്കാവുന്ന. നിർത്താനാണോ? ഞങ്ങൾ ഇന്നും ഒരു അശ്വമേധം കളിക്കുന്നു. ഇത്രയും വർഷങ്ങൾക്കിപ്പുറം വീണ്ടും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു പാർട്ടിസിപ്പൻ്റായിട്ട് വന്നിരിക്കുന്ന ആ ഒരു മൊമെൻറ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഫുൾ സർക്കിൾ മൊമെൻറ്റ് തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത്. അത് എനിക്കും ഭയങ്കര അഭിമാനിക്കാവുന്ന ഒരു മൊമെൻറ്റ് തന്നെയായിട്ടാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ഈ ദിവസം നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ എന്തായാലും അടുത്ത കുറച്ച് സമയത്തിനുള്ളിൽ ഇന്ന് തോപ്പിച്ചിട്ടേ ഉള്ളൂ, അന്ന് എന്നെ തോപ്പിച്ചു. ഫുൾ പ്രിപ്പയർഡായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.